DRDO അടുത്തിടെ നടത്തിയ ഒരു മിസൈൽ പരീക്ഷണം ശ്രദ്ധേയമാവുകയാണ്. സോളിഡ് ഫ്യൂവൽ ഡക്റ്റഡ് റാംജെറ്റ് അങ്ങനെ ഒരു ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു മിസൈൽ പരീക്ഷണമാണ്, എയർ ടു എയർ മിസൈൽ പരീക്ഷണമാണ് അടുത്തിടെ നടത്തിയത്. നിരവധി ലോകരാജ്യങ്ങൾ ഇത്തരത്തിലുള്ളൊരു ടെക്നോളജി ഓൾറെഡി അവർ കൈവശം വെച്ചിട്ടുണ്ട്. പക്ഷേ ആ ഒരു ശ്രേണിയിലേക്ക് ഇന്ത്യ കൂടി വരികയാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഈ ഒരു എഞ്ചിന്റെ പ്രത്യേകത? ഈ ഗൗതം പറഞ്ഞ പോലെ നിരവധി രാജ്യങ്ങളുടെ കൈവശമൊന്നും ഈ എഞ്ചിൻ ഇല്ല. അതായത് ചൈന, US, റഷ്യ, പിന്നെ ഫ്രാൻസ്, ഈ 4 രാജ്യങ്ങളുടെ കൈവശമേ ഈ റാംജെറ്റ് ഉള്ളൂ. ആ റാംജെറ്റ് എന്ന് പറയുന്ന എഞ്ചിൻ അത് പിന്നെ സത്യത്തിൽ റാംജെറ്റിന്റെ തുടക്കമാണിപ്പോഴും. അതോടൊപ്പം ഇന്ത്യ ഏതാണ്ട് അവരോടൊപ്പം തന്നെയാണ്, ഒട്ടും പിറയില്ല. റാംജെറ്റ് എഞ്ചിൻ എന്ന എഞ്ചിൻ ഈ കഴിഞ്ഞ ദിവസം ഇന്ത്യ പരീക്ഷിച്ചത് സോളിഡ് ഫ്യൂവൽ ഡക്റ്റഡ് റാംജെറ്റ് എഞ്ചിനാണ്. അത് SFDR എന്ന് പറയുന്ന എഞ്ചിൻ. ആ എഞ്ചിനിൽ റാംജെറ്റ് എഞ്ചിനിൽ ഖര പ്രൊപ്പലന്റ് ആണ്, ഇന്ധനമാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇന്ത്യയുടെ കൈവശം ഇപ്പോൾ തന്നെ ഈ റാംജെറ്റ് എഞ്ചിൻ ഇന്ത്യയുടെ കൈവശം ഇപ്പോൾ തന്നെ ഉണ്ട്. അത് നമ്മുടെ ബ്രഹ്മോസ് മിസൈലിൽ റാംജെറ്റ് ആണ് ഉപയോഗിക്കുന്നത്. പക്ഷെ അവിടെ ഒരു വ്യത്യാസമുണ്ട്. അത് ലിക്വിഡ് ഫ്യൂവലാണ്. ഈ ലിക്വിഡ് ഫ്യൂവൽ സോളിഡ് ഫ്യൂവലും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. സോളിഡ് ഫ്യൂവൽ ഉപയോഗിക്കുന്ന മിസൈലുകളാകട്ടെ റോക്കറ്റുകളാകട്ടെ അത് വളരെ വേഗത്തിൽ നമുക്കത് തയ്യാറാക്കാവുന്നതാണ്. അത് ലിക്വിഡ് ഫ്യൂവൽ ഉപയോഗിക്കുന്നതിനേക്കാൾ അത് കൂടുതൽ ചെലവ് കുറവാണ്. അത് കൂടുതൽ ഹാൻഡി ആയിട്ട് പെട്ടെന്ന് തന്നെ അത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇത് പ്രത്യേകിച്ച് ഈ സോളിഡ് ഫ്യൂവൽ ഡക്റ്റഡ് റാംജെറ്റ് എഞ്ചിന്റെ പ്രയോഗം എന്ന് പറയുന്നത് അത് ഈ എയർ ടു എയർ മിസൈലുകളുടെ കാര്യത്തിൽ, അതായത് ഇപ്പോൾ അങ്ങനെ SFDR ഉപയോഗിക്കുന്ന ഞാൻ മനസ്സിലാക്കുന്ന 1-2 മിസൈലുകളെ ലോകത്തിൽ ഇപ്പോൾ ഉള്ളൂ. ഒന്ന് നമ്മുടെ കൈവശമുള്ള ഫ്രാൻസ് നിർമ്മിച്ചിരിക്കുന്ന മെറ്റിയോർ മിസൈലാണ്. ആ മെറ്റിയോർ മിസൈല് ഒന്ന്. രണ്ടാമത്തേത് റഷ്യ ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്ന R-37. ചൈന ഇനി തയ്യാറാക്കാൻ പോകുന്ന PL-17 SFDR ആണോ അതോ മൾട്ടി പൾസ് റോക്കറ്റ് എഞ്ചിനാണോ എന്നിങ്ങനെ സംശയമുണ്ട്. ഇപ്പോൾ ചൈനയുടെ PL-15 എന്ന് പറയുന്നത് ഡ്യുവൽ പൾസ് എഞ്ചിനാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഇത് നോക്കുമ്പോൾ ഇന്ന് ദീർഘദൂര, അതായത് ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈലുകളിലെ ലോങ് ഡിസ്റ്റൻസ് പോകണമെങ്കിൽ അതിന് ഈ റാംജെറ്റ് SFDR എഞ്ചിൻ തന്നെ ആവശ്യമുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു പ്രസക്തി എന്നത്. അതായത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ലോകത്തിലെ ഏത് രാജ്യത്തിനോടും കിടപിടിക്കാവുന്ന രീതിയിൽ ബാലിസ്റ്റിക് മിസൈലുകൾ നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട്. നമ്മുടെ അഗ്നി 1, അഗ്നി പ്രൈം, അഗ്നി 2, 3, 4, 5 ഇതെല്ലാം തന്നെ ലോകത്തിലെ ഏതൊരു രാജ്യത്തിൻ്റെയും കൈവശമുള്ള അഗ്നി മിസൈൽ ബാലിസ്റ്റിക് മിസൈലിനോട് കിടപിടിക്കാൻ തക്കുന്നതാണ്. ഇന്ത്യക്ക് അതിലെ വിശേഷപ്പെട്ട 2 ടെക്നോളജികളുണ്ട്, MARV എന്നും MIRV. MARV എന്ന് പറഞ്ഞാൽ ഈ ബാലിസ്റ്റിക് മിസൈൽ താഴേക്ക് വന്നിട്ട് ഒരു ക്രൂയിസ് മിസൈൽ ചെയ്യുന്നത് പോലെ അത് വട്ടം കറങ്ങുകയും തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ പോകുന്ന മാനുവറബിളാണ്. അതിനാണ് MARV ടെക്നോളജി എന്ന് പറയുന്നത്. MIRV എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻ്റ്ലി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ. മറ്റേത് MARV എന്ന് പറയുന്നത് മാനുവറബിൾ റീ എൻട്രി വെഹിക്കിൾ. അങ്ങനെ 2 തരത്തിലുള്ള മിസൈൽ. ഈ 2 ടെക്നോളജിയും ഇന്ത്യക്ക് സ്വായത്തമായിട്ടുണ്ട്. അതായത് ബാലിസ്റ്റിക് മിസൈലുകളുടെ കാര്യം വരുമ്പോൾ റേഞ്ച് ഇപ്പോൾ 8000 കിലോമീറ്ററിന് മുകളിലുള്ള റേഞ്ചുള്ള മിസൈൽ നമ്മുടെ കയ്യിൽ ഇല്ല എന്നുള്ളതേ ഉള്ളൂ. അത് നമ്മൾ ബോധപൂർവം ഇരുന്നതാണ്. നമുക്കതിൻ്റെ ആവശ്യമില്ല. നമ്മൾക്ക് ചുറ്റുമുള്ള ശത്രുക്കളായിട്ടുള്ള ചൈനയും പാകിസ്ഥാനെയും നേരിടാൻ ഈ 8000 കിലോമീറ്റർ അഗ്നി 5ന്റെ പരിധി ധാരാളമാണ്. അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളെയും ഒക്കെ ഭയപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 10000 കിലോമീറ്ററിന് മേളിലുള്ള നമ്മുടെ സൂര്യ മിസൈല് അത് കൃത്യമായ രീതിയിൽ അതിൻ്റെ പരീക്ഷണം അതിൻ്റെ ടെക്നോളജി എല്ലാം തന്നെ നമുക്ക് സ്വായത്തമാണ്. പക്ഷെ നമ്മളത് പരീക്ഷിക്കാതിരുന്നത് ഈ ഒരൊറ്റ കാരണത്താലാണ്. പക്ഷെ വരും ദിവസങ്ങളിൽ അതും പരീക്ഷിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ K മിസൈൽ സീരീസും ഉണ്ട്, സബ്മറൈനിൽ നിന്നും ലോഞ്ച് ചെയ്യുന്നത്. ഇനി വരുമ്പോൾ സൂപ്പർസോണിക് മിസൈലുകളുടെ കാര്യത്തിലും ഹൈപ്പർസോണിക് മിസൈലും ഇപ്പോൾ നമ്മൾ നിർമ്മിച്ചിരിക്കുകയാണ്. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും ഈ എയർ ടു എയർ മിസൈലുകളുടെ ആ ഒരു മേഖലയിൽ എന്തുകൊണ്ടോ ഇപ്പം ആൻറ്റി
ഈ ടാങ്ക് മിസൈലുണ്ട്, നാഗ് അല്ലെ ഹെലീന, ഇതെല്ലാം നമുക്കുണ്ട്. പക്ഷേ എയർ ടു എയർ മിസൈലുകളുടെ കാര്യം വന്നപ്പോൾ നമ്മൾ എവിടെയോ ഒന്ന് പകച്ചുപോയി. 2020 ഇന്ത്യ എയർ ടു എയർ മിസൈലുകളുടെ ലോക്കൽ നിർമ്മാണം വളരെ കൃത്യമായിട്ട് തുടങ്ങിയത്. അതിൻ്റെ ഫലമാണ് ഇപ്പോൾ നമ്മൾ നിർമ്മിച്ചിരിക്കുന്ന അസ്ത്ര 1-2. അസ്ത്ര 1 ആദ്യം 100-110 കിലോമീറ്റർ ആയിരുന്നു അതിൻ്റെ റേഞ്ചെങ്കിൽ ഇപ്പോൾ 150-160 കിലോമീറ്റർ ആയിട്ട് അത് നമ്മൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അസ്ത്ര 2 200 കിലോമീറ്റർ ആണ് റേഞ്ച് എന്ന് ആദ്യം പറഞ്ഞെങ്കിലും 240 തൊട്ട് 260 വരെ കിലോമീറ്റർ റേഞ്ചിലുള്ള മിസൈലാക്കി അത് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഇത് രണ്ടിലും ഉപയോഗിക്കുന്നത് ഡ്യുവൽ പൾസ് എഞ്ചിൻ എന്ന് പറയുന്ന റോക്കറ്റ് എഞ്ചിനാണ്. ഇവിടെ അതല്ല, റാംജെറ്റ് എഞ്ചിൻ ഉപയോഗിക്കുന്ന അത് ഗാണ്ടിവ അല്ലെങ്കിൽ അസ്ത്ര 3 എന്ന് പറയുന്ന നമ്മൾ 2028 കൂടി നമ്മൾ നിർമ്മിക്കാനിരിക്കുന്നത്, 27 അതിൻ്റെ പരീക്ഷണങ്ങൾ നടക്കും. ആ മിസൈലിൽ ഉപയോഗിക്കാൻ പോകുന്നത് റാംജെറ്റ് ആയിരിക്കും. ഈ റാംജെറ്റിൻ്റെ ഒരു ഗുണം, റാംജെറ്റ് എഞ്ചിനുള്ള ഒരു എയർ ടു എയർ മിസൈലിൻ്റെ ഗുണമെന്ന് പറയുന്നത്, ആ മിസൈല് ലോഞ്ച് ചെയ്ത് അതിൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നിടം വരെ, ടാർഗറ്റിൽ എത്തുന്നിടം വരെ ഒരേ വേഗതയിൽ കുതിക്കാൻ അതിന് കഴിയും. അതായത് ഈ റാംജെറ്റ് എഞ്ചിൻ എപ്പോൾ അതൊരു ബൂസ്റ്ററിന്റെ സഹായത്തോടാണ് റാംജെറ്റ് എഞ്ചിൻ പ്രവർത്തിക്കുന്നത്. ആ ഒരു വേഗത, ഒരു പർട്ടിക്കുലർ വേഗത കൈവന്നു കഴിഞ്ഞാൽ ആ എഞ്ചിൻ പ്രവർത്തിച്ചോളും. അവിടം തൊട്ട് ടാർഗറ്റിനെ ഹിറ്റ് ചെയ്യുന്ന വരെ അല്ലെ എക്സ്പ്ലോഷൻ നടക്കുന്നിടം വരെ ഒരേ വേഗതയിൽ ഇതിന് പോകാൻ പറ്റും. സാധാരണ ഡുവൽ പൾസ് ആണെങ്കിലും മൾട്ടിപൾസ് റോക്കറ്റ് എഞ്ചിനും ഒക്കെ ആദ്യം ചിലപ്പം മാക്ക് 5 അതിൻ്റെ തുടക്കം. പക്ഷേ അതിൻ്റെ ഒരു ടെർമിനൽ ഫേസിൽ എത്തുമ്പോഴേക്കും അതിൻ്റെ വേഗത മാക്ക് 3 ഒക്കെ ആയിട്ട് താഴോട്ട് ഇടയുണ്ട്. പക്ഷേ ഇവിടെ ഈ റാംജെറ്റ് എഞ്ചിൻ അങ്ങനെ സംഭവിക്കില്ല. പിന്നെ റാംജെറ്റ് എഞ്ചിൻ്റെ മറ്റൊരു പ്രത്യേകത, അതിൽ ഓക്സിഡൈസർ പ്രൊപ്പല്ലൻ്റ് മാത്രം കരുതിയാൽ മതി, ഓക്സിഡൈസർ വേണ്ട. ആ ഓക്സിഡൈസർ ആയിട്ടുള്ള ജ്വലനത്തിന് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ അന്തരീക്ഷത്തിൽ നിന്ന് തന്നെ അത് വലിച്ചെടുക്കും. അതാണ് റാംജെറ്റ് എഞ്ചിൻ്റെ പ്രത്യേകത. പക്ഷേ ഈ റാംജെറ്റ് എഞ്ചിൻ പ്രവർത്തിക്കണമെങ്കിൽ ഒരു ബൂസ്റ്ററിന്റെ സഹായത്തോടു കൂടി ആ ഒരു പർട്ടിക്കുലർ വേഗതയിൽ എത്തണം. അപ്പോൾ ആദ്യം ബൂസ്റ്റർ ആയിരിക്കും വർക്ക് ചെയ്യുക, അതിനുശേഷം ഈ എഞ്ചിൻ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ ബൂസ്റ്റർ കത്തിത്തീർന്ന് അങ്ങ് താഴെ പോയിട്ട് ഈ റാംജെറ്റ് ഏറ്റെടുക്കും. അങ്ങനെ റാംജെറ്റ് ടെർമിനൽ ഫേസിലൊക്കെ ഈ പറയുന്ന മാക്ക് 5 വേഗതയിലൊക്കെ അതേ കൃത്യമായ വേഗത നിലനിർത്തിക്കൊണ്ട് തന്നെ അത് വിമാനങ്ങളെ തകർക്കും. ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത്, സാധാരണഗതിയിൽ ഈ ടെർമിനൽ ഫേസിൽ വേഗത കുറയുമ്പോഴേക്കും വിമാനങ്ങൾക്ക്, അതായത് ടാർഗറ്റുകൾക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു സാഹചര്യമുണ്ട്. കാരണം ഈ വിമാനത്തോട് അടുക്കും തോറും ഇതിൻ്റെ വേഗത കൂടുമല്ല കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വിമാനം അപ്പോഴത്തേക്ക് വേഗത കൂട്ടും. യുദ്ധവിമാനങ്ങളൊക്കെ തന്നെ മാക്ക് 2 മേളിൽ സ്പീഡ് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പം സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഒരു സക്സസ് റേറ്റ് വളരെ കുറവായിരിക്കും. പക്ഷെ ഇവിടെ അങ്ങനെ അല്ല. ഈ റാംജെറ്റ് എഞ്ചിൻ ഉപയോഗിക്കുമ്പോൾ എറർ പ്രോബബിലിറ്റി വളരെ കുറവാണ്. അതുപോലെ തന്നെ നോ എസ്കേപ്പ് സോൺ എന്ന് പറയുന്ന, അതായത് ഇതിൻ്റെ ഒരു പർട്ടിക്കുലർ ദൂരത്തെത്തിയാൽ പിന്നെ ഒരു വിമാനത്തിനും രക്ഷപ്പെടാൻ പറ്റില്ല. ആ ഒരു നോ എസ്കേപ്പ് സോൺ വളരെ കൂടുതലാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ടെക്നോളജിയാണ്. ഈ കഴിഞ്ഞ ദിവസം നടന്നത് ശരിക്കുമുള്ള ഒരു മിസൈൽ തന്നെ അത് ഫ്ലൈറ്റ് ടെസ്റ്റാണ്. ഇതിനു മുമ്പ് നമ്മൾ പല വർഷങ്ങളായിട്ട് ഇതിൻ്റെ ടെസ്റ്റുകളൊക്കെ പൂർത്തിയാക്കിയിരുന്നു. ആ ടെസ്റ്റ് എന്ന് പറയുന്നത് പക്ഷേ ഗ്രൗണ്ടിൽ വെച്ചുകൊണ്ട് ഈ എഞ്ചിൻ പ്രവർത്തിക്കുക മാത്രമാണ്. ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഒരു മിസൈലുമായിട്ട് ഈ എഞ്ചിൻ ഇൻ്റഗ്രേറ്റ് ചെയ്ത്, അതായത് മിസൈലിലേക്ക് എഞ്ചിൻ ഘടിപ്പിച്ചിട്ട് ആ മിസൈല് ആകാശത്ത് വിക്ഷേപിക്കുകയും കൃത്യമായിട്ട് ആ മിസൈൽ നിയന്ത്രിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ആ മിസൈൽ എങ്ങനെ പ്രവർത്തിക്കുന്നു, അത് ലക്ഷ്യസ്ഥാനത്ത് ചെന്നിരിക്കുമോ, ഇതെല്ലാം കൃത്യമായിട്ട് പരീക്ഷിക്കാൻ അങ്ങനെ ഒരു പരീക്ഷണമാണ്. ആ പരീക്ഷണം പരിപൂർണ വിജയമാണെന്നാണ് മാധ്യമങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് റഷ്യയുടെ R-37 അല്ലെങ്കിൽ ഫ്രാൻസിൻ്റെ മെറ്റിയോറിനെയോ പോലുള്ള ഒരു മിസൈൽ നമ്മുടെ കൈവശമുണ്ട്. US പോലും അത്ര ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള റാംജെറ്റ് എഞ്ചിൻ ഇല്ല. അപ്പോൾ ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു നാഴികക്കല്ലാണ്, ഒരു ചരിത്ര നേട്ടം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു പരീക്ഷണമാണ് ഇന്നലെ നടന്നത്. ആ നേട്ടത്തിൻ്റെ ഗുണമെന്ന് പറയുന്നത്, ഇനി മെറ്റിയോർ പോലുള്ള മിസൈൽ അല്ലെ R-37 ഒന്നും നമുക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല. അത് നമ്മുടെ നാട്ടിൽ തന്നെ നമ്മൾ ആ മിസൈൽ നിർമ്മിച്ച് വരാനിരിക്കുന്ന നമ്മുടെ
തേജസ് 1 അല്ലെങ്കിൽ തേജസ് 2, പിന്നെ AMCA അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റ്, ഇതിലൊക്കെ തന്നെ തദ്ദേശീയമായിട്ടുള്ള ലോങ് റേഞ്ച് മിസൈലുകൾ നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇത് ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിൻ്റെ ചെലവ് കുറവായിരിക്കും. നമ്മുടെ ആവശ്യാനുസരണം ഇതിൻ്റെ പ്രൊഡക്ഷൻ സ്കെയിലപ്പ് ചെയ്യാനും നമുക്ക് സാധിക്കും. എന്തായാലും ശരി, ആദ്യം ഒന്ന് പിറകിലായിരുന്നെങ്കിലും, ഒന്ന് പുറകോട്ട് എയർ ടു എയർ മിസൈലുകളുടെ കാര്യത്തിൽ നമ്മൾ അല്പം പുറകിലായിരുന്നെങ്കിലും 2019 ബലാക്കോട്ട് ആക്രമണ സമയത്ത് നമ്മുടെ ഒരു MiG-21 വിമാനം പാകിസ്ഥാൻ അമേരിക്കയുടെ ആംറാം എന്ന BVR മിസൈൽ ഉപയോഗിച്ച് തകർത്തപ്പോഴാണ് ഇന്ത്യക്ക് ഈ മേഖലയിൽ നമ്മൾ അത് വേണ്ട രീതിയിൽ ശ്രദ്ധിച്ചില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുന്നത്. അതിന് ശേഷം പിന്നീട് നമ്മളെടുത്ത നടപടികൾ വളരെ കൃത്യമായിട്ടും നമുക്ക് ഈ മേഖലയിൽ നമ്മുടെ ഒരു ആധിപത്യമെന്നൊന്നും ഞാൻ പറയുന്നില്ല, എങ്കിലും ലോകോത്തര ശക്തിയായിട്ട് ഇന്ത്യ മാറാൻ നമ്മളെ സഹായിച്ചു എന്നുള്ളതിൽ സംശയമില്ല. വരും ദിവസങ്ങളിൽ ഈ റാംജെറ്റ് എഞ്ചിൻ പെർഫെക്ഷനിലേക്ക് എത്തുകയും ഇത് 350 കിലോമീറ്ററിലധികം ദൂരം സഞ്ചരിക്കുന്ന ഒരു BVR മിസൈലിൻ്റെ ഒരു നിർമ്മാണത്തിലേക്ക് ഇന്ത്യ കടക്കുകയും ചെയ്യുമെന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുക. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നമ്മുടെ പ്രേക്ഷകരെ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.